മകനെ അമ്മയ്ക്കാണോ ഭാര്യയ്ക്കാണോ നന്നായിട്ട് അറിയാം എന്ന സെഗ്മെന്റിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. ഇന്നിവിടെ അടി നടക്കും. ഒരിക്കലും പ്രതീക്ഷിക്കണം, ഒരിക്കലും നടക്കില്ല. മമ്മിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് ഗെയിം കളിക്കാൻ. എപ്പോഴും മമ്മി നമുക്ക് ഞാൻ എപ്പോഴും തോറ്റു പോകുന്നാൽ എനിക്ക് കളിക്കാൻ അമ്മ ജയിക്കും കേട്ടോ. എത്ര സോപ്പൂട്ടിരിപ്പണെന്ന് പറയും. ഇത് അവർ പാടുപെടും. കഴിഞ്ഞ പ്രാവശ്യം ഒരു അടി ഒരു തർക്കം ഉണ്ടായത് അതിന്റെ പേരിൽ. ഞാൻ എഴുതിയെന്ന് പറയടാ, അത് പറഞ്ഞില്ലെങ്കിൽ ഞാൻ ചിലപ്പോ ബിരിയാണി ആയിരിക്കും. ഇതിന് മുന്നേ ഒരു ഗെയിം കളിച്ചപ്പോ അപ്പം അതാ ഞാൻ പറഞ്ഞ ഫുഡിന്റെ കാര്യം അങ്ങനെ ചോദിക്കരുത്. അങ്ങനെ വിശ്വസിക്കുന്നില്ലല്ലോ നേരെ ഓരോന്ന് പറയും. പുറത്ത് ഇതുവരെ കാണിക്കാതെ സീക്രട്ട് ആയിട്ടുള്ള ഒരു ഹിഡൻ ടാലന്റ് അങ്ങനെയൊന്നും ഉണ്ടോ നിനക്ക്? അമ്മ തന്നെ അത് പറയണം. ഒരു നേഴ്സ് ഉണ്ടായിരുന്നു കോവിഡിന്റെ ടൈം ആയതുകൊണ്ട്. അപ്പം ഞാനും നേഴ്സും കൂടിയാണ് ഗർഭം എടുത്തത്. സ്ക്രീനിലൊക്കെ മോണിറ്റർ ചെയ്യാൻ പറയുമ്പോഴൊക്കെ ഞാനാണ് മോണിറ്റർ ചെയ്ത് വാല്യൂ ഒക്കെ പറഞ്ഞു കൊടുത്തോണ്ടിരുന്നത്. ഞങ്ങളൊരു ടീം വർക്ക് ആയിരുന്നു. ഞാൻ വർക്ക് ചെയ്യുന്നത് NSW ജയിലിന് വേണ്ടിയിട്ടാണ്. അപ്പം സ്റ്റേറ്റ് ഗവൺമെന്റ് ജോബാണ്. ഞാൻ ഇവിടുന്ന് ഡിഗ്രി ഞാൻ കംപ്ലീറ്റ് ചെയ്തില്ല. ഇവിടെ ആ സമയമൊക്കെ സ്കിപ്പായി പോയി. എൻജോയ് ചെയ്തു. പിന്നെ പഠിക്കാനായിട്ട് കയറ്റി വിട്ടതാ. ഇനിയെങ്കിലും പോയി പഠിച്ച് രക്ഷപ്പെട്. ഇപ്പൊ മണിക്കൂറിനാണ് അവിടെ എപ്പോഴും പറയാ, നമ്മൾ പുറം രാജ്യങ്ങളിൽ പോയി. ഇപ്പൊ അവിടെ ഓസ്ട്രേലിയ മണിക്കൂർ, അതായത് ഒരാൾക്ക് ഒരു മിനിമം റേറ്റ് ഉണ്ട്. ആ റേറ്റ് കുറവ് കൊടുക്കാൻ പാടില്ല. ഇപ്പൊ എന്റെ ഊഹം ശരിയാണെങ്കിൽ ഇപ്പോഴത്തെ മിനിമം റേറ്റ് എന്ന് പറയുന്നത് $27. ലേബർ ജോബിലൊക്കെ ഭയങ്കര ഡിമാൻഡ്. അത് ട്രേഡീസ് എന്ന് നമ്മൾ പറയും. മറ്റേ പ്ലംബിങ് പണി, അതുപോലെ ബ്രിക്ക് ലേ ചെയ്യുക, വീടിന്റെ ഭിത്തി കെട്ടുക, കോൺക്രീറ്റ് ചെയ്യുക, അങ്ങനെ ആൾക്കാർക്ക് ഭയങ്കര ഡിമാൻഡുമാണ്. നല്ല സാലറിയാണ് അവിടെ. PR കിട്ടിക്കഴിയുവാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് സിറ്റിസൺ ആവാം. അതാണ് അവിടുത്തെ മെയിൻ ഒരു നല്ല കാര്യം എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്തുകൊണ്ട് ആൾക്കാർക്ക് ഓസ്ട്രേലിയയോട് ഇത്ര ഇഷ്ടം? ഞങ്ങളുള്ളതുകൊണ്ടായിരിക്കും. ഓസ്ട്രേലിയയിലെ ബ്രിസ്ബെയിൻ എന്ന് പറഞ്ഞാൽ ക്വീൻസ്ലാൻഡ് എന്ന് പറഞ്ഞ സ്ഥലം നമ്മുടെ ശരിക്കും ഒരു മിനി ഇന്ത്യ അല്ലെങ്കിൽ മിനി കേരള ആണ്. ചക്ക, മാങ്ങ, എല്ലാ സംഭവം എല്ലാം ഉണ്ട്. കെയ്ൻസിലൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും നാട്ടിൽ നിൽക്കാന്ന് തോന്നുന്നത്. ഓസ്ട്രേലിയയില് നമ്മുടെ ഗവൺമെന്റ് അതൊരു PR കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് കിട്ടുന്ന ഹെൽത്ത് ബെനിഫിറ്റ്സ് ഒക്കെ വളരെ കൂടുതലാണ്. ഇപ്പൊ മെഡിക്കെയർ കാർഡ് കയ്യിലുള്ള ഒരാൾക്ക് ഏത് ഹോസ്പിറ്റലിൽ വേണമെങ്കിലും പോകാം, എന്ത് ട്രീറ്റ്മെന്റ് വേണമെങ്കിലും ചെയ്യാം. അത് എനിക്ക് തന്നെ ലോകത്തിൽ ഓസ്ട്രേലിയ മാത്രമാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എൻ്റെ 2 മക്കള് അവിടെയാണ് ജനിച്ചത്. എന്റെ കയ്യിൽ നിന്ന് $1 പോലും ഞാൻ കൊടുത്തിട്ടില്ല. സേഫ് ആയിട്ടുള്ള ഒരു രാജ്യമാണ് ഓസ്ട്രേലിയ. നമുക്കൊന്നും പേടിക്കണ്ട. രാത്രിയിലൊക്കെ നമുക്ക് ഇറങ്ങി നടക്കാം. യാതൊരു പ്രശ്നവും അവിടെ വരത്തില്ല. നാട്ടിലത്തെ പോലീസും ഓസ്ട്രേലിയ പോലീസും തമ്മിലൊരു വ്യത്യാസമായിട്ട് വളരെയധികം നല്ല വ്യത്യാസമുണ്ട്. അവിടെ ഓസ്ട്രേലിയ നമ്മളൊന്ന് പോലീസ് പിടിച്ചു കഴിഞ്ഞാൽ സാറിന് വിളിച്ചാൽ ഗ്രീറ്റ് ചെയ്യാറുള്ളൂ. ഇവിടുത്തെ പോലീസുകാരുടെ അടുത്ത് ഞാൻ ഇതുവരെ കാണാത്തതും എല്ലാവരും അല്ല കേട്ടോ, കുറ്റം പറയുന്നതല്ല, പോലീസ് മാത്രമല്ല കേട്ടോ. ഈവൻ നമ്മളൊരു ഗവൺമെന്റ് ഓഫീസിൽ പോയാലും അല്ലെങ്കിൽ നമ്മൾ വേറെ ഒരു എന്തെങ്കിലും ആൾക്കാരായിട്ട് ഡീൽ ചെയ്യുമ്പോഴൊക്കെ നമ്മൾ അങ്ങോട്ടൊരു മര്യാദ കൊടുത്ത് ഒരു താങ്ക് യു പറയുന്നതുകൊണ്ടോ ഒരു പ്ലീസ് പറയുന്നതുകൊണ്ടോ ഒന്നും ആർക്കും ഒന്നും നഷ്ടപ്പെടില്ല. ഇപ്പൊ എന്തെങ്കിലും ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഡോക്ടറെ കാണാൻ വേണ്ടി അപ്പോയിന്റ്മെന്റ് എടുക്കണം. അതിനായിട്ട് ഒത്തിരി നാള് വെയിറ്റ് ചെയ്യണം. പിള്ളേർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നേരെ ED-ലേക്ക് പോകും, എമർജൻസിയിലേക്ക് പോകും. അവിടെ ചെന്ന് ഒരു 8 മണിക്കൂർ 9 മണിക്കൂർ വെയിറ്റ് ചെയ്യുമ്പോൾ ഒരു ഡോക്ടറെ കാണാം. ആന്റിബയോട്ടിക്സ് ഒന്നും അവിടെ തരില്ല കേട്ടോ. അത് ഭയങ്കര സ്ട്രിക്റ്റ് ആണ് അക്കാര്യത്തിൽ. അവര് മരിക്കാൻ തുടങ്ങുന്നു എന്ന് തോന്നുന്നതിന് 2 സെക്കൻഡ് മുന്നേ അവർ ആന്റിബയോട്ടിക് തരും. ഏറ്റവും വിഷമുള്ളതും ഏറ്റവും അധികം പാമ്പുകളുള്ളതും ഓസ്ട്രേലിയയിലാണ്. പക്ഷെ എനിക്ക് തോന്നുന്നില്ല ഇതുവരെ പാമ്പ് കടിച്ച ഒരാൾ പോലും അവിടെ മരിച്ചിട്ടുണ്ട്. പെട്ര, ഇന്ത്യസ് പ്രീമിയം സ്റ്റീൽ ഡോസ്. അഴകിലും ഉറപ്പിലും കാലാതീതം. ഇപ്പൊ ഓസ്ട്രേലിയ ഇപ്പൊ എത്ര വർഷമായി ഇപ്പം സെറ്റിൽഡ് ആയിട്ട് അല്ലെങ്കിൽ താമസം? ഓസ്ട്രേലിയ ഞാൻ സെറ്റിൽ ആയിട്ട് ഇപ്പം 8-9 വർഷത്തോളമായി. ഞാൻ വർക്ക് ചെയ്യുന്നത് NSW എന്ന് പറഞ്ഞ സ്റ്റേറ്റിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. അപ്പൊ ഞാൻ വർക്ക് ചെയ്യുന്നത് NSW ജയിലിന് വേണ്ടിയിട്ടാണ്. അപ്പം സ്റ്റേറ്റ് ഗവൺമെന്റ് ജോബാണ്, സ്റ്റേബിൾ ജോബ്. പിന്നെ പഠിച്ചതായിട്ട് റിലേറ്റഡ് ആണെന്ന് ചോദിച്ചാൽ അല്ല. ഞാൻ അക്കൗണ്ടിങ് ആണ് പഠിച്ചത്. അധികം പഠിച്ചപ്പോഴും അധികം താല്പര്യം തോന്നിയില്ല. പിന്നെ എന്തെങ്കിലും പഠിക്കണമല്ലോ എന്ന് ഓർത്തുകൊണ്ട് മാത്രം പഠിച്ചതാണ്. വീണ്ടും MSW കോഴ്സ് എടുത്ത് അല്ല, ഞാൻ ബാച്ചിലേഴ്സ് അവിടെ നിന്നാണ് ചെയ്തത്. ഞാൻ ഇവിടുന്ന് ഡിഗ്രി ഞാൻ കംപ്ലീറ്റ് ചെയ്തില്ല. ഇവിടെ ആ സമയമൊക്കെ സ്കിപ്പായി പോയി. എൻജോയ് ചെയ്തു. പിന്നെ പഠിക്കാനായിട്ട് കയറ്റി വിട്ടതാ. ഇനിയെങ്കിലും പോയി പഠിച്ച് രക്ഷപ്പെട്. അല്ല, എനിക്ക് ജോലി ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ എറണാകുളത്ത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ നമുക്ക് ഇത് പറഞ്ഞാൽ +2 ആണ്. ഡിഗ്രി ഇല്ലാത്തതിന്റെ ഒരു കുറവ് കാരണം പ്രൊമോഷൻസ് ഒക്കെ നമുക്ക് കിട്ടാൻ കഴിയാതെ വന്നപ്പം ഞാൻ ഓർത്ത കുഴപ്പമില്ല, എന്നൊരു ഡിഗ്രി എടുക്കണം. അപ്പൊ ആ ഡിഗ്രി എടുക്കണം എന്ന് വിചാരിച്ച സമയം കുറച്ച് ഏജ് ആയി പോയി. ഒരു 25-26 വയസ്സായി ആ സമയത്ത്. അപ്പം എന്തായാലും നമ്മുടെ നാട്ടിലെ പിള്ളേരോട് ഇരുന്ന് പഠിച്ച മോശമല്ലേ. നമ്മുടെ ദിലീപ്
ഏട്ടൻ പോയി ക്ലാസ്സിൽ പോയിരിക്കുന്ന പോലെ ആയിപ്പോവും. അതുകൊണ്ട് ഞാൻ ഓർത്ത് എന്നാൽ പിന്നെ പുറത്ത് പോയി പഠിക്കാം. അവിടെ പിന്നെ ഏജ് ഗ്യാപ്പും പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. അവിടെ പോയി പഠിച്ച് ഡിഗ്രി എടുത്തു. അപ്പം ആ ഒരു കടമ തീർത്തു. എന്തൊക്കെ ജോലികൾ ചെയ്തിട്ടുണ്ട്? എല്ലാ ജോലിയും ചെയ്തിട്ടുണ്ട്. ഞാൻ അവിടെ ഓസ്ട്രേലിയ ചെന്ന് ഇറങ്ങി 2ാമത്തെ ദിവസം തൊട്ട് ഞാൻ അവിടെ ജോലിക്ക് കയറി. പാർട്ട് ടൈം ജോലി, പാത്രം കഴുകുക തന്നെ. പാത്രം കഴുകാണ് അവിടുത്തെ പഠിക്കാൻ പോകുന്ന പിള്ളേരുടെ മെയിൻ ജോലി. അപ്പൊ ഡിഷ് വാഷിംഗിൽ സ്റ്റാർട്ട് ചെയ്തതാണ്. പിന്നെ ദൈവം സഹായിച്ച് അവർക്ക് എന്നെ പെട്ടെന്ന് ഇഷ്ടപ്പെട്ടു. അതായത് എനിക്ക് ഫുഡിനോടും ഭയങ്കര താല്പര്യമുള്ള ഒരാളാണ്. അപ്പം പിന്നെ എനിക്കൊരു വിത്തിനൊരു 2 ആഴ്ച 3 ആഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് തന്തൂരിയിലേക്കുള്ള പ്രൊമോഷൻ കിട്ടി. പിന്നെ പാത്രം കഴുകി മാറ്റി തന്തൂരി റൊട്ടി ചൂടലായി. അത് മറ്റേ ആ വലിയ കുജം പോലത്തെ തീക്കകത്തേക്ക് ഇറങ്ങി ചുടണം, കൈ ഇട്ട്. അപ്പം അതൊക്കെ ഒരു രസം. ഇപ്പൊ അതൊക്കെ ഭയങ്കര രസമായിട്ട് നമുക്ക് തോന്നും. ഇടയ്ക്ക് അതുപോലെ ജോലി ചെയ്താലോ എന്ന് ഞാൻ ആലോചിക്കാറുണ്ട്. ഒന്നും ഒരു ടെൻഷനും ഇല്ല, നമുക്ക് ചപ്പാത്തി വിട്ടാൽ മാത്രം മതി. അത് ഇപ്പോഴത്തെ ജോലിയാണ് കുറച്ചും കൂടെ ടെൻഷനായിട്ട് എനിക്ക് തോന്നുന്നത്. പിന്നെ ടാക്സി ഡ്രൈവിങ്ങിന് പോയിട്ടുണ്ട്. പിന്നെ അതുപോലെ ഹോട്ടലിൽ നമ്മൾ ഈ കോഫി ഉണ്ടാക്കുന്ന ബാരിസ്റ്റ ജോലി ചെയ്തിട്ടുണ്ട്. ഒരുപാട് കുക്കിങ്ങിന്റെ കിച്ചൺ ഹാൻഡ്, ഈ പറഞ്ഞ കുക്ക്, അതൊക്കെ അവിടെ ചെയ്തിട്ടുണ്ട്. അതൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്. ഇപ്പൊ മണിക്കൂറിനാണ് അവിടെ എപ്പോഴും പറയാ, നമ്മൾ പുറം രാജ്യങ്ങളിൽ പോയി. ഇപ്പൊ അവിടെ ഓസ്ട്രേലിയയിലെ മണിക്കൂർ എത്ര? ഓസ്ട്രേലിയയിൽ ഒരാൾക്ക് ഒരു മിനിമം, അതായത് ഒരാൾക്ക് ഒരു മിനിമം റേറ്റ് ഉണ്ട്. ആ റേറ്റ് കുറവ് കൊടുക്കാൻ പാടില്ല. ഇപ്പൊ എന്റെ ഊഹം ശരിയാണെങ്കിൽ ഇപ്പോഴത്തെ മിനിമം റേറ്റ് എന്ന് പറയുന്നത് $27 ആണ്. $27 ഇന്ത്യൻ മണി വരുമ്പോൾ $27 ഇന്ത്യൻ മണി വരുമ്പം പറയൂ, 27 × 55 നോക്കിയാൽ മതി. അക്കൗണ്ടിങ്ങിന് പോകാത്ത മനസ്സിലായില്ലേ? ഇപ്പം പൊതുവെ ഇപ്പം പുറത്തേക്ക് പോകുന്ന സമയത്ത് ഇപ്പം എന്ത് കോഴ്സ് ചെയ്യും? ഇപ്പൊ ഒരു കോഴ്സ് ഓൾറെഡി പഠിച്ചിട്ട് പോകും, അവിടുന്ന് ഒരു കോഴ്സ് ചെയ്യും, പിന്നീടാണ് മനസ്സിലാവുക ഈ കോഴ്സിനെക്കാട്ടും മികച്ച ജോലി കിട്ടുന്ന മറ്റു കോഴ്സുകൾ ഉണ്ടാവുന്നു. എനിക്ക് ഓസ്ട്രേലിയയിൽ ഏറ്റവും കൂടുതൽ ജോലി സാധ്യതയുള്ള കോഴ്സുകൾ ഏതൊക്കെയാണെന്ന് ചോദിക്കാൻ എന്തായി? ഓസ്ട്രേലിയയില് ഞാൻ ആദ്യം പറയും നഴ്സിംഗ് ആണ്. എന്ത് 4 കാലം വീഴാം നഴ്സിംഗ് പഠിച്ചു. കാരണം നഴ്സിംഗ് പഠിച്ചു കഴിഞ്ഞാൽ, കാരണം നമ്മള് എന്താ ലോകം ഉള്ളിടത്തോളം കാലം പേഷ്യൻസ് ഉണ്ട്. അപ്പൊ പേഷ്യൻസിനെ നോക്കാൻ ഡോക്ടേഴ്സും വേണം. മെഡിക്കൽ ഫീൽഡ് ഒരിക്കലും നിന്ന് പോയില്ല. ഓസ്ട്രേലിയ എന്ന് പറഞ്ഞ ഒരു ഭയങ്കര വലിയൊരു കൺട്രിയാണ്. അപ്പൊ അവിടെ റീജിയണൽ ഏരിയാസ് ആയിട്ടും മെട്രോപൊളിറ്റൻ സിറ്റീസ് ആയിട്ടും ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ട്. അപ്പം അവിടെയെല്ലാം കുഞ്ഞു കുഞ്ഞു ഹോസ്പിറ്റൽസ് ഇഷ്ടം പോലെ ഉണ്ട്. അപ്പം ഞാൻ പറഞ്ഞു വിട്ട് എന്താ പറയുക, നമ്മൾ വേൾഡ് ഉള്ളിടത്തോളം കാലം പേഷ്യൻസ് ഉണ്ട്. അപ്പം മെഡിക്കൽ ഫീൽഡിൽ ഒരിക്കലും ഒരു എന്താ പറയുക ഒരു നിന്ന് പോകില്ല. അപ്പം നഴ്സിംഗ് എന്ന് പറയുന്നത് അങ്ങനത്തെയുള്ള കൺട്രീസിലൊക്കെ വരുമ്പോൾ നമുക്ക് നല്ലൊരു വിലയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഇവിടെ നമുക്ക് വിലയില്ല, എന്നാലും കമ്പാരിറ്റീവ്ലി നമ്മൾ അവിടെ ഒരു നല്ലൊരു പൊസിഷനാണ്. RN രജിസ്റ്റേർഡ് നഴ്സ് എന്ന് പറയുന്നത്. നമുക്ക് അവിടെ അറ്റസ്റ്റ് വരെ ചെയ്യാം. അപ്പം അങ്ങനെയുള്ള ഒരു പൊസിഷനാണ് രജിസ്റ്റേർഡ് നഴ്സ് എന്ന് പറഞ്ഞാൽ. ഞാൻ ഭയങ്കര പ്രൗഡാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഞാൻ പോയൊരു പ്രൊഫഷനാണ്. പിന്നെ എനിക്ക് തോന്നിച്ചാൽ എഞ്ചിനീയേഴ്സിനൊക്കെ നല്ല സ്കോപ്പ് ഉണ്ട്. പിന്നെ അവിടെ ഡെയിലി സർവീസസിനൊക്കെ ലേബർ ജോബിലൊക്കെ ഭയങ്കര ഡിമാൻഡ്. അത് ട്രേഡീസ് എന്ന് നമ്മൾ പറയും. മറ്റേ പ്ലംബിങ് പണി, അതുപോലെ ബ്രിക്ക് ലേ ചെയ്യുക, വീടിന്റെ ഭിത്തി കെട്ടുക, കോൺക്രീറ്റ് ചെയ്യുക, അങ്ങനെ ആൾക്കാർക്ക് ഭയങ്കര ഡിമാൻഡുമാണ്. നല്ല സാലറിയാണ് അവിടെ. ഓസ്ട്രേലിയയിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ അവിടെ പോകുന്ന ആൾക്കാർ ഒരു നെഗറ്റീവും പോസിറ്റീവും അവിടുത്തെ ഒരു കൺട്രി പോയി കഴിഞ്ഞാൽ പറയാൻ പറഞ്ഞ എന്തായിരിക്കും? നെഗറ്റീവ് എന്ന് പറയുന്നത്, ഓസ്ട്രേലിയ വളരെ വലിയൊരു രാജ്യമായതുകൊണ്ട് തന്നെ നല്ല ക്ലൈമറ്റ് ചിലപ്പം ചിലവർക്ക് എല്ലാവർക്കും പിടിച്ചൊന്നും വരത്തില്ല. വളരെ തണുത്ത സ്ഥലങ്ങളുണ്ട്, തണുപ്പുള്ള സ്ഥലങ്ങളുണ്ട്. പിന്നെ ചില സ്ഥലങ്ങളിൽ ഭയങ്കര ചൂട്, ഡാർവിൻ പോലുള്ള സ്ഥലങ്ങളൊക്കെ ഭയങ്കര ചൂടാണ്. അപ്പം അത് ക്ലൈമറ്റ് എനിക്ക് ചിലപ്പം ഒരു ഒബ്സ്റ്റക്കിൾ ആയിട്ട് തോന്നാറുണ്ട്. പക്ഷെ UK എന്നൊക്കെ വരുന്നവർക്ക് സ്വർഗ്ഗമാണ് കേട്ടോ ഓസ്ട്രേലിയ എന്ന് പറഞ്ഞാൽ. അപ്പം ക്ലൈമറ്റ് ആണ് എനിക്കൊരു നെഗറ്റീവായിട്ട് വരാൻ സാധ്യതയായിട്ടുള്ള തോന്നുന്നത്. പിന്നെ പോസിറ്റീവ് എന്ന് പറയുന്നത് ഓഫ് കോഴ്സ് നമ്മുടെ ജോലിയുടെ ശമ്പളവും ആ ഒരു റെസ്പെക്റ്റും വളരെയധികം നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. നമ്മൾ ഏത് ജോലി ചെയ്താലും അവിടെ അതിന് നല്ല, ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ $27 ബേസിക് സാലറി. എൻ്റെ ഓർമ്മയിൽ $27 ആണ്. ഇപ്പം എല്ലാ വർഷവും അത് കൂടുകയും ചെയ്യും. ഇപ്പം കറക്റ്റാണെന്ന് എനിക്ക് ഉറപ്പില്ല, പക്ഷെ എന്നാലും ഞാൻ എൻ്റെ ഓർമ്മയിലുള്ളത് $27 ആണ്. അപ്പം ആ ഒരു പേയിൽ നമുക്ക് എന്ത് ജോലി വേണമെങ്കിലും ചെയ്യാം. ഇപ്പം ഡിഷ് വാഷർ ആണെങ്കിൽ ഡിഷ് വാഷ് ചെയ്യുന്നതിന് $27 ഒരു മണിക്കൂർ അവിടെ കറക്റ്റായിട്ട് കൊടുത്തിരിക്കും. ഇപ്പം മറ്റു കൺട്രിയിലെ സിറ്റിസൺ ആയിട്ടുള്ള ആളുകൾ ഇപ്പം ഓസ്ട്രേലിയക്ക് മൈഗ്രേറ്റ് ചെയ്യണമെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എന്ത് കാര്യങ്ങളാണ് ചെയ്യേണ്ടത്? അവർക്ക് ഇപ്പം നമ്മള് മറ്റേ ലീഗലായിട്ടുള്ള, അതായത് ഇതുപോലെ മൂവിങ് അഡ്വൈസസ് നമ്മൾ അങ്ങനെ കൊടുക്കാറില്ല. കാരണം നമ്മുടെ കയ്യിൽ നിൽക്കുന്ന ഒരു സ്കോപ്പ് അല്ല അത്. പക്ഷേ അതൊക്കെ രജിസ്റ്റേർഡ് ആയിട്ടുള്ള മാര ഏജൻസിനോട് അവരാണ് ഡീൽ ചെയ്യുന്നത്. അവർ ഡീൽ ചെയ്യുമ്പോഴാണ് കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് അതിനെക്കുറിച്ച് പറയാൻ സാധിക്കുള്ളൂ. പക്ഷേ സിറ്റിസൺസിന് ഓസ്ട്രേലിയയിലേക്ക് മൂവ് ചെയ്യണമെങ്കിൽ എനിക്ക് തോന്നുന്ന കുറച്ച് ഫാക്ടേഴ്സ് ഉണ്ട്. അവരുടെ ഏജ്, അവരുടെ എക്സ്പീരിയൻസ്, പിന്നെ എഫിഷ്യൻസി, ഫാമിലിയിൽ എത്ര പേരുണ്ട്,
അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കി നമ്മൾ ഈ പറയുന്ന പോലെ പോയിന്റ് സിസ്റ്റത്തിലാണ് ഇവരെ സിറ്റിസൺഷിപ്പ് കൊടുക്കുന്നത്. PR കിട്ടിക്കഴിയുവാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് സിറ്റിസൺ ആവാം. അതാണ് അവിടുത്തെ മെയിൻ ഒരു നല്ല കാര്യം എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം PR കിട്ടാൻ അത്ര പാടൊന്നുമില്ല, എങ്കിലും ഇച്ചിരി പാടുണ്ട്. പക്ഷെ എങ്കിലും PR കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക് സിറ്റിസൺ ആവാൻ ഒരു 2 വർഷം കഴിയുമ്പോൾ നമുക്ക് സിറ്റിസൺ ആവാം. പക്ഷെ എല്ലാവർക്കും ഒരു ഡ്രീമാണ് ഓസ്ട്രേലിയയിൽ വരാം. മറ്റു കൺട്രിയിൽ ജീവിക്കുന്ന ആളുകൾക്കാണെങ്കിൽ ഓസ്ട്രേലിയയിൽ വരണം എന്നൊരു, അല്ലെങ്കിൽ അവിടെ ഒരു ജോലിയായിട്ട് അവിടെ സെറ്റിൽഡ് ആവണം എന്നൊരു ആഗ്രഹം ഉണ്ടാവും. എന്തുകൊണ്ട് ആൾക്കാർക്കൊക്കെ ഈ ഓസ്ട്രേലിയയോട് ഇത്ര ഒരു ഇഷ്ടം? ഞങ്ങളുള്ളതുകൊണ്ടായിരിക്കും. അല്ല, എനിക്ക് തോന്നുന്നു മറ്റു കൺട്രീസ് അപേക്ഷിച്ചും വെതർ പറഞ്ഞെങ്കിലും അവിടെ സ്നോയിങ് കുറവാണ് ഓസ്ട്രേലിയയിൽ. അപ്പൊ അതൊരു മെയിൻ പോയിന്റ് ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഓസ്ട്രേലിയയിലെ ബ്രിസ്ബെയിൻ എന്ന് പറഞ്ഞാൽ ക്വീൻസ്ലാൻഡ് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. നമ്മുടെ ശരിക്കും ഒരു മിനി ഇന്ത്യ അല്ലെങ്കിൽ മിനി കേരള ആണ്. ചക്ക, മാങ്ങ, എല്ലാം ഉണ്ട്. കെയ്ൻസിലൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും നാട്ടിൽ നിൽക്കാന്ന് തോന്നുന്നു. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർക്ക് ഈവൻ ഓസ്ട്രേലിയ ആണെങ്കിൽ ഓസ്ട്രേലിയ, പക്ഷെ എന്നാൽ നമ്മൾ ബ്രിസ്ബെയിൻ അല്ലെങ്കിൽ ക്വീൻസ്ലാൻഡിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പൊ നമ്മുടെ നാട് നമുക്ക് ഒത്തിരി മിസ്സാവത്തില്ല. അപ്പൊ അതുകൊണ്ടായിരിക്കും എനിക്ക് തോന്നുന്നു ഒത്തിരി ആൾക്കാർ ഇങ്ങനെ ഓസ്ട്രേലിയക്ക് മൂവ് ചെയ്യുക. കാരണം ക്ലൈമറ്റ് വൈസ്. പിന്നെ അതുപോലെ വേറൊരു അപ്രീഷിയേറ്റ് ചെയ്യേണ്ട കാര്യം പറയേണ്ടത്, ഓസ്ട്രേലിയയിൽ നമ്മുടെ ഗവൺമെന്റ് അതൊരു PR കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് കിട്ടുന്ന ഹെൽത്ത് ബെനിഫിറ്റ്സ് ഒക്കെ വളരെ കൂടുതലാണ്. അതായത് ഇൻഷുറൻസ്, നമുക്കൊരു ഹോസ്പിറ്റലിൽ പോയാൽ നമുക്ക് ₹1 പോലും കൊടുക്കേണ്ട വരില്ല. അവിടുത്തെ മെഡിക്കെയർ എന്നാണ് അവിടെ പറയുന്നത്. അപ്പം മെഡിക്കെയർ കാർഡ് കയ്യിലുള്ള ഒരാൾക്ക് ഏത് ഹോസ്പിറ്റലിൽ വേണമെങ്കിലും പോകാം, എന്ത് ട്രീറ്റ്മെന്റ് വേണമെങ്കിലും ചെയ്യാം. അത് എനിക്ക് തോന്നുന്ന ലോകത്തിൽ ഓസ്ട്രേലിയ മാത്രമാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇപ്പം അമേരിക്കയിലൊക്കെ ഇൻഷുറൻസ് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അപ്പം ആൾക്കാർക്കൊരു പനി വന്നു കഴിഞ്ഞാൽ ഡോക്ടറിൻ്റെ അടുത്ത് പോയാൽ തന്നെ ഒരു $100-300 അവർക്ക് ചിലവാകും. പക്ഷേ ഓസ്ട്രേലിയയിൽ നമ്മൾ ഇതുപോലെ ഒരു GP കാണുവാണെങ്കിലോ അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുകയാണെങ്കിലോ ഒക്കെ നമുക്ക് ഫുൾ കവർ. അപ്പം റീവോട്ട്, എൻ്റെ 2 മക്കള് അവിടെയാണ് ജനിച്ചത്. എൻ്റെ കയ്യിൽ നിന്ന് $1 പോലും ഞാൻ കൊടുത്തിട്ടില്ല. അത് ഓസ്ട്രേലിയൻ ഗവൺമെന്റ് അവര് നമ്മുടെ കൊച്ചു വയറ്റിലുള്ള കൺസീവ് ചെയ്യുന്ന സമയം തൊട്ട് കൊച്ചുണ്ടായി പിന്നെ ഒരു 5 വർഷം കൂടെ അവര് ടേക്ക് കെയർ ചെയ്യും. അത് വാക്സിൻസും എല്ലാ പീരിയോഡിക്കലായിട്ടുള്ള ചെക്സും അതെല്ലാം നമുക്ക് കിട്ടും. അപ്പൊ ഹെൽത്ത് വൈസ് ആണ് ഓസ്ട്രേലിയ എല്ലാവരും പ്രിഫർ ചെയ്യാനുള്ള ഒരു കാര്യം. ഇപ്പൊ നാട്ടിലേക്ക് പല ആളുകളും, വിദേശത്തിലെ ആളുകൾ വരാത്ത ഇവിടുത്തെ ഒരു വാർത്ത കണ്ടായിരുന്ന ക്രൈം കേസസ് കാണുമ്പോൾ തന്നെ നാട്ടിലേക്ക് വരണ്ട എന്ന് തീരുമാനിക്കും. അവിടുത്തെ ഒരു ക്രൈം കേസസിന്റെ ഒരു ജയിലിൽ ജോലി ക്രൈം കേസസ് വളരെ കൂടുതലാണോ എന്ന് ചോദിച്ചാൽ ഇവിടുത്തെ കമ്പാരിറ്റീവ്ലി കൂടുതലല്ല. പക്ഷെ എന്നാൽ ഈ ഡ്രഗ്സിന്റെ കേസുകളും അല്ലാതെ മറ്റേ മർഡറൊക്കെ അപൂർവമായിട്ടേ വരാറുള്ളൂ. ഷൂട്ടിങ് അങ്ങനത്തെ വയലൻസ്, ക്രിമിനൽ ആക്ടിവിറ്റീസ് ഒക്കെ വളരെ കുറവാണ്. സേഫ് ആയിട്ടുള്ള ഒരു രാജ്യമാണ് ഓസ്ട്രേലിയ. നമുക്കൊന്നും പേടിക്കണ്ട. രാത്രിയിലൊക്കെ നമുക്ക് ഇറങ്ങി നടക്കാം, യാതൊരു പ്രശ്നവും അവിടെ വരത്തില്ല കേട്ടോ. ഇപ്പം ഓൾറെഡി ഇപ്പൊ ജയിലാണ് വർക്ക് ചെയ്യുന്നത് പറഞ്ഞില്ലേ, ആ ഒരു ജോലി കിട്ടാൻ ഇപ്പൊ ഇത് പറയുമ്പോൾ ഗവൺമെന്റ് തന്നെയുള്ള ഒരു ജോലിയാണ്. ആളുകൾക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി ഉണ്ടാവും എങ്ങനെ ആ ജോലി കിട്ടും. അത് എനിക്ക് ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട്. അപ്പം അന്ന് ഞാൻ നല്ല ഫിറ്റ് ആയിരുന്നു ജോലിക്ക് അപ്ലൈ ചെയ്തപ്പം. അപ്പം കുറച്ച് ക്രൈറ്റീരിയസ് ഉണ്ട്. നമ്മൾ കുറെ ഇന്റർവ്യൂസ് ഉണ്ട്, പിന്നെ ഫിസിക്കൽ ടെസ്റ്റ് ഉണ്ട്, ഒരു 12 ആഴ്ചത്തെ ട്രെയിനിങ് ഉണ്ട്. ഇതൊക്കെ കഴിഞ്ഞ് പാസ്സായി വരുമ്പം നമുക്ക് ഞാൻ എൻ്റെ ഒരു പൊസിഷനിലേക്ക് നമ്മൾ ഒരു സ്റ്റാർട്ടിങ് കറക്ഷണൽ ഓഫീസറായിട്ട് നമുക്ക് കയറാം. പിന്നെ അവിടുന്ന് നമ്മൾ നമ്മുടെ കരിയർ ബിൽഡ് ചെയ്ത് നമുക്ക് കമ്മീഷണറൊക്കെ ആ ഒരു ലെവലിലേക്കൊക്കെ പോവാം ഭാവിയിൽ. അതിനെ കുറിച്ചൊന്നും ഞാൻ ഇപ്പൊ ആലോചിക്കുന്നില്ല. പോയി പണിയെടുക്കുക, തിരിച്ച് വീട്ടിൽ വരിക. ഇവ നാട്ടിലത്തെ പോലീസും ഓസ്ട്രേലിയ പോലീസും തമ്മിലൊരു വ്യത്യാസമായിട്ട് തോന്നുന്നു. വളരെയധികം നല്ല വ്യത്യാസമുണ്ട് നാട്ടിലത്തെ പോലീസും ഇവിടുത്തെ പോലീസും തമ്മിൽ. ഇപ്പം നാട്ടിൽ അവിടെ ഓസ്ട്രേലിയ നമ്മളൊന്ന് പോലീസ് പിടിച്ചു കഴിഞ്ഞാൽ സാറിന് വിളിച്ചാൽ ഗ്രീറ്റ് ചെയ്യാറുള്ളൂ. നമ്മളൊരിക്കലും മറ്റേ എടാപോട വിളികളൊന്നുമില്ല. വളരെ മര്യാദയായിട്ട് അവർ നമ്മൾ പെരുമാറ്റമൊക്കെ വളരെ റെസ്പെക്റ്റ്ഫുൾ ആയിരിക്കും നമ്മളോട്. അതാണ് മെയിനായിട്ട് ഇവിടുത്തെ പോലീസുകാരുടെ അടുത്ത് ഞാൻ ഇതുവരെ കാണാത്തതും. കുറ്റം എല്ലാവരും അല്ല കേട്ടോ, കുറ്റം പറയുന്നതല്ല. പക്ഷേ അത് ചില സമയത്ത് നമ്മൾ കാണുമ്പോൾ നമുക്ക് തോന്നും കുറച്ചും കൂടെ. അത് പോലീസ് മാത്രമല്ല കേട്ടോ, ഈവൻ നമ്മളൊരു ഗവൺമെൻറ് ഓഫീസിൽ പോയാലും അല്ലെങ്കിൽ നമ്മൾ വേറെ ഒരു എന്തെങ്കിലും ആൾക്കാരായിട്ട് ഡീൽ ചെയ്യുമ്പോഴൊക്കെ നമ്മൾ അങ്ങോട്ടൊരു മര്യാദ കൊടുത്ത് ഒരു താങ്ക് യു പറയുന്നതുകൊണ്ടോ ഒരു പ്ലീസ് പറയുന്നതുകൊണ്ടോ ഒന്നും ആർക്കും ഒന്നും നഷ്ടപ്പെടില്ല. അപ്പം അത് കേൾക്കുമ്പോൾ തന്നെ നമ്മളും പൊളൈറ്റ് ആയിപ്പോവും സ്വാഭാവികമായിട്ടും. അപ്പം അതാണ് അവിടുത്തെ ആൾക്കാരുടെ പെരുമാറ്റം കുറച്ചും കൂടെ സ്വീറ്റ് ആണ് ഇവിടുത്തെ അപേക്ഷിച്ച്. ഇപ്പൊ നഴ്സിംഗ് അവിടെ നിന്നാണോ പഠിച്ചതോ നാട്ടിൽ നിന്ന് പഠിച്ച്? നഴ്സിംഗ് ഞാൻ പഠിച്ച നാട്ടിൽ തന്നെ. ഞാൻ കൊല്ലം ബിഷപ്പ് ബെൻസിൽ കോളേജിലാണ് പഠിച്ചത്. പിന്നെ അവിടെ പഠിച്ചു കഴിഞ്ഞ് ഞാൻ 1 വർഷം ചെന്നൈയിൽ വർക്ക് ചെയ്തു. അത് കഴിഞ്ഞിട്ട് IELTS എഴുതി
നാട്ടിലേക്ക് ഐ മീൻ ഓസ്ട്രേലിയയിലേക്ക് പോയി. അങ്ങനെയാണ് ഏകദേശം ഒരു 7 വർഷം ആവുന്നു ഞാൻ ജോബ് തുടങ്ങിയിട്ട്. അപ്പം നേരെ ഞാനൊക്കെ പോയ സമയത്ത് അഡാപ്റ്റേഷൻ കോഴ്സ് ആയിരുന്നു. അത് ജസ്റ്റ് 3 months ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആ കോഴ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക് രജിസ്ട്രേഷൻ ട്രാൻസ്ഫർ ചെയ്യാം, അതായത് ഓസ്ട്രേലിയയിലേക്ക് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാം, എന്നിട്ട് നമുക്ക് ജോലി ചെയ്യാം, രജിസ്ട്രേഷൻ കഴിഞ്ഞിട്ട് ജോലി ചെയ്യാം. അപ്പം അങ്ങനെ 7 വർഷം ആവുന്നത്. ഇപ്പൊ പുറമെ രാജ്യത്ത് താമസിക്കുന്ന ആൾക്കാർ എപ്പോഴും പറഞ്ഞു കേട്ടിട്ടുള്ളത് ഇപ്പൊ എന്തെങ്കിലും ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഡോക്ടറെ കാണാൻ വേണ്ടി അപ്പോയിന്റ്മെന്റ് എടുക്കണം, അതിനായിട്ട് ഒത്തിരി നാൾ വെയിറ്റ് ചെയ്യണം. സോ അത് ശരിയാണോ? ഓസ്ട്രേലിയയിൽ എന്താണ് ശരിക്കും ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ? കറക്റ്റ് എന്ന് പറഞ്ഞാൽ അത് കുറെ കാര്യങ്ങളുണ്ട്. ഇപ്പൊ ശരിക്കും നമുക്ക് ഓസ്ട്രേലിയയിൽ മസ്റ്റായിട്ട് ഒരു പേഴ്സണൽ ഡോക്ടർ നമുക്ക് വേണം എല്ലാ കാര്യത്തിനും. അത് അഡ്വൈസബിൾ ആണ്, ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷേ നമ്മൾ പെട്ടെന്ന് അങ്ങനെ പേഴ്സണലായിട്ട് ഡോക്ടർ ഇല്ലെങ്കിൽ നമുക്ക് ഓക്കെ എനിക്ക് നാളെ ഒരു ഡോക്ടറെ കാണണം എന്ന് വിചാരിച്ചാൽ ചിലപ്പോൾ നടക്കുന്നു വരില്ല. അവർ ചിലപ്പോൾ ന്യൂ പേഷ്യൻസിനെ അക്സെപ്റ്റ് ചെയ്യില്ലായിരിക്കും. അതുകൊണ്ട് എപ്പോഴും ഒരു ഫാമിലി ഡോക്ടർ നമുക്ക്, ഞങ്ങൾക്ക് 4 പേർക്കും ഒരു ഫാമിലി ഡോക്ടർ ഉണ്ട് അവിടെ. അപ്പോൾ അതുപോലെ എല്ലാവരും ഒരു ഫാമിലി ഡോക്ടറിനെ ഉള്ളിൽ നമ്മൾ അത് സെക്യൂർ ചെയ്ത് വെക്കുവാണെങ്കിൽ കുഴപ്പമില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ ഈ പറയുന്ന പോലെ ഓക്കെ ചിലപ്പോൾ ഈ ഫാമിലി ഡോക്ടർ ആണെങ്കിൽ പോലും നമുക്കിപ്പോൾ നാളെ കാണണം അല്ലെങ്കിൽ 2 ദിവസത്തിനുള്ളിൽ കാണണം എന്ന് വിചാരിച്ചാലും നടക്കില്ല. കാരണം അവർക്ക് ഓരോ അപ്പോയിൻമെന്റ്സും കാര്യങ്ങളും ഉണ്ട്. അവർ ഓരോ സ്ലോട്ടായിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. അപ്പം നമുക്ക് ചിലപ്പോൾ ഒരു 3 ദിവസം വെയിറ്റ് ചെയ്യേണ്ടി വരും, 4 ദിവസം വെയിറ്റ് ചെയ്യേണ്ടി വരും. പക്ഷെ യുകെയിലത്തെ അത്ര കഷ്ടമാണ് ഓസ്ട്രേലിയയിൽ എനിക്ക് തോന്നുന്നില്ല. പിന്നെ ED ഭയങ്കര ബിസിയാണ്. നമ്മളിപ്പോൾ കൊച്ചുങ്ങളെ കൊണ്ട് ചെന്ന് കഴിഞ്ഞാൽ 7-8 മണിക്കൂർ. ഞങ്ങൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം പിള്ളേർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നേരെ ED-ലേക്ക് പോകും, എമർജൻസിയിലേക്ക് പോകും. അവിടെ ചെന്ന് ഒരു 8 മണിക്കൂർ 9 മണിക്കൂർ വെയിറ്റ് ചെയ്യുമ്പോൾ ഒരു ഡോക്ടറെ കാണാം. ആന്റിബയോട്ടിക്സ് ഒന്നും അവിടെ തരില്ല കേട്ടോ. അത് ഭയങ്കര സ്ട്രിക്റ്റ് ആണ് അക്കാര്യത്തിൽ അവര്. അപ്പൊ ഞാൻ പറയാറുണ്ടാവും, മരിക്കാൻ തുടങ്ങുന്നു എന്ന് തോന്നുന്നതിന് 2 സെക്കൻഡ് മുന്നേ അവർ ആന്റിബയോട്ടിക് തരുള്ളൂ. അപ്പം എന്നാ ഇത് കാരണം മരിക്കാതിരിക്കട്ടെ എന്നുള്ള രീതിയിൽ അതുവരെ അവര് ആന്റിബയോട്ടിക്. അവര് പറയുന്ന ഇമ്മ്യൂണിറ്റി പിള്ളേർക്ക് തന്നെ വരട്ടെന്നാണ് അവർ. അതുകൊണ്ടാണ് തോന്നുന്നത് എനിക്ക് അവരുടെ ട്രീറ്റ്മെന്റ്. കാരണം നമ്മുടെ ഒരു ട്രീറ്റ്മെന്റുമായിട്ട് വ്യത്യാസം ഉണ്ടെന്നാണ് തോന്നുന്നത്. കാരണം ഏകദേശം ഒരു നമ്മള് 7 hours വെയിറ്റ് ചെയ്ത് ചിലപ്പോൾ അവർ പറയും ഐ തിങ്ക് ഇറ്റ്സ് ഓക്കെ, പെനഡോൾ കൊടുത്തു. നമ്മൾ ഒത്തിരി പ്രതീക്ഷയോടെ പോയിരിക്കുന്നത്. ഇത്രയും സമയം കളഞ്ഞ് നമ്മൾ ഇരിക്കുന്നത് തന്നെ ഇപ്പൊ എന്തെങ്കിലും തരുമ്പോൾ നമുക്കൊരാശ്വാസം, ഒരു സുഖം, ഒരു ആശ്വാസം കാണുമല്ലോ എന്ന് പറഞ്ഞത്. എല്ലാം ഇരുന്ന് കഴിഞ്ഞ് ഇത്രയും സമയം കഴിഞ്ഞ് കഴിയുമ്പോൾ പൊക്കളം പറയും. നമ്മൾ പറയും ഭയങ്കര ചുമയാണ്, കുഴപ്പമില്ല, ചുമക്കുന്നോണ്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ട്. അവര് ചെക്ക് ചെയ്യും, നന്നായിട്ട് ചെക്ക് ചെയ്ത് തൊണ്ടയൊക്കെ നോക്കും, ചെവി എല്ലാം നോക്കും. ഓക്കെ ഒരു കുഴപ്പമില്ല. ഇവനായാലും 1.5 മാസം ആയി പനി തുടങ്ങിയിട്ട് ഇതുവരെ അവിടെ ആന്റിബയോട്ടിക് കൊടുത്തില്ല. ഞങ്ങൾ ഇന്നലെ വന്ന് ലാൻഡ് ചെയ്തു, ഒരു ഡോക്ടറിനെ കണ്ടു, ഇന്നലെ തൊട്ട് ആന്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്തു. ഇപ്പം അപ്പൊ അതിന്റെ ഒരു ചെറിയ പനിയായിരുന്നേ, അപ്പം അതിപ്പോ കുറഞ്ഞു വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഓസ്ട്രേലിയ നമ്മൾ എന്തൊക്കെ നാട്ടിൽ കൊണ്ടുവരുന്ന പറഞ്ഞ പോലെ നാട്ടിൽ നിന്ന് പെട്ടെന്ന് ഡോക്ടർമാര് പെട്ടെന്ന് കാണാൻ പറ്റിയ നല്ലതായിരുന്നു. പക്ഷെ അത് സേഫ്റ്റിക്ക് ഇപ്പം നമ്മള് അവര് അസസ് ചെയ്യും കേട്ടോ, ഇത് ലൈഫ് ത്രെട്ടനിങ് ആണോ, ഇവരെ ഇപ്പൊ ട്രീറ്റ് ചെയ്തില്ലെങ്കിൽ എന്തെങ്കിലും ഭാവിയിൽ പ്രശ്നം ഉണ്ടാവോ എന്ന് അവർ അസസ് ചെയ്തിട്ടാണ് അവര് ഒരു ഡിസിഷൻ എടുക്കുന്നത് കേട്ടോ. അല്ലാതെ ഓക്കെ ഞങ്ങൾ തരില്ല അങ്ങനെയല്ല, അവര് കൃത്യമായിട്ട് അസസ് ചെയ്ത് വേണം എന്ന് ആവശ്യമുണ്ടെങ്കിൽ മാത്രം അവര് തരത്തുള്ള ആന്റിബയോട്ടിക് ആയാലും എന്തായാലും. ഈ ഓസ്ട്രേലിയയെ കുറിച്ച് സെർച്ച് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ പാമ്പുകളൊക്കെ ഉള്ള ഒത്തിരി പാമ്പുകളുള്ള സ്ഥലമാണ് ഓസ്ട്രേലിയ. ഞാൻ ഓസ്ട്രേലിയയിൽ ഒരു പാമ്പിനെ പോലും, ഞാൻ 9 വർഷം താമസിച്ചിട്ട് ഒരു പാമ്പിനെ പോലും ഞാൻ കണ്ടിട്ടില്ല ഇതുവരെ. കുറച്ച് പാമ്പുകളുള്ളത് ഏറ്റവും വിഷമുള്ളതും ഏറ്റവും അധികം പാമ്പുകളുള്ളതും ഓസ്ട്രേലിയയിലാണ്. പക്ഷെ എനിക്ക് തോന്നുന്നില്ല ഇതുവരെ പാമ്പ് കടിച്ച ഒരാൾ പോലും അവിടെ മരിച്ചിട്ടുണ്ടെന്ന്. അങ്ങനെ അതാണ് അത്. പക്ഷേ കാരണം ഓസ്ട്രേലിയ ഭയങ്കര ഹ്യൂജ് കൺട്രിയാണ് ഷിജന. അതായത് ഒരു 7 ഇന്ത്യനെ അതിൻ്റെ അകത്ത് കൊണ്ട് വെക്കാം ഓസ്ട്രേലിയയിൽ. പക്ഷെ കേരളത്തിൽ ഉള്ളതിനേക്കാളും ആൾക്കാർ കുറവാണ് ആ മൊത്തം രാജ്യത്ത്. അതാണ് ഓസ്ട്രേലിയയുടെ പ്രത്യേകത. പാമ്പുകളെല്ലാം സമാധാനമായിട്ട് എവിടെയെങ്കിലും പോയി ഇരിക്കുകയായിരിക്കും. അവർക്ക് ഇഷ്ടംപോലെ ഒളിച്ചിരിക്കാനും എല്ലാ സ്ഥലവും. പിന്നെ ഓസ്ട്രേലിയയുടെ നടുഭാഗത്ത് നമ്മളെ മനുഷ്യന്മാരില്ല. കാരണം പക ഡെസേർട്ടും അങ്ങനെ ചില മഞ്ഞുമലകളും ഡെസേർട്ടുകളും ഒക്കെയാണ്. ഞാൻ ഒരു സെഗ്മെന്റിലേക്ക് പോട്ടെ. ഇപ്പൊ മകനെ അമ്മയ്ക്കാണോ ഭാര്യയ്ക്കാണോ നന്നായിട്ട് അറിയാം എന്ന സെഗ്മെന്റിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. ഭയങ്കര അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ഭയങ്കര ക്രേസ് ആയിട്ട് ഇവർക്ക്. അതാ ഞാൻ പറഞ്ഞത്, രണ്ടുപേരും മത്സരമായിരിക്കും. ഇവർക്ക് രണ്ടുപേർക്കും അക്കാര്യത്തിൽ ഭയങ്കര ക്രേസ് ആണ് മത്സരം, ഇതുപോലെ ഗെയിം കളിക്കാൻ. അപ്പം 2 പേര് ആഗ്രഹിച്ച പോലെ ഒരു ഗെയിമാണ് കൊണ്ടുവന്നിട്ടുള്ളത്. വീട്ടിൽ ഒരു ഗെയിമിലൊക്കെ മത്സരമായിരിക്കില്ലേ? ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. മമ്മിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് ഗെയിം കളിക്കാൻ. എപ്പോഴും മമ്മി നമുക്ക് ഞാൻ എപ്പോഴും തോറ്റു പോകും. അമ്മ ജയിക്കും കേട്ടോ, എത്ര സോപ്പൂട്ടി ഇരിപ്പുണ്ടെന്ന് അറിയാം.
ഇവിടെ ഒരു വായനശാല ഉണ്ട് തൊട്ടടുത്ത്. അവിടെയുള്ള ഒരു പരിപാടി അമ്മ വിടത്തില്ല. ഓണത്തിനായാലും ക്രിസ്മസിനായാലും സ്വാതന്ത്ര്യത്തിനായാലും അവിടെ പോവാ, സോപ്പിട്ട് മേടിക്കുക. അതാണ് അമ്മയുടെ ജീവിത ലക്ഷ്യം. പണ്ട് ഇപ്പൊ എന്റെ ആഗ്രഹം എന്താ വെച്ചാൽ എന്റെ പിള്ളേര് ജയിച്ചിരിക്കണമെന്നാ. അതൊന്നും നേരത്തെ പറഞ്ഞിട്ടോ. പക്ഷെ ഇത് എനിക്ക് തോന്നുന്നു മമ്മി ജയിക്കാനുള്ള സാധ്യത. രണ്ടുപേർക്കും വർഷങ്ങളായിട്ട് അറിയുന്ന മകനെ കുറിച്ചും ഹസ്ബൻഡിനെ കുറിച്ചാണ് ഓക്കെ. ഇന്നിവിടെ ഒരു അടി നടക്കും. ഒരിക്കലും പ്രതീക്ഷിക്കണം, ഒരിക്കലും നടക്കില്ല. അപ്പം ആദ്യത്തെ ചോദ്യം ഇതാണ്. ഔസി ചേട്ടന് ഏറ്റവും ദേഷ്യം വരുമ്പോ ചെയ്യുന്ന ഒരു കാര്യം. സത്യം എഴുതരുത് കേട്ടോ. സത്യം മാത്രം എഴുതാ. ഏത് കഴിയുമ്പോ പറയണം, ഹെൽപ്പ് ചെയ്യരുത്. ഓക്കെ, യെസ്. എന്തായിരുന്നു? ദേഷ്യം വരുമ്പോ ഞാൻ ചിലപ്പോ ഷൗട്ട് ചെയ്യും. ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് അറിയാതെ ഷൗട്ട് ചെയ്തു പോകുന്നതാണ്. അപ്പൊ തന്നെ ഞാൻ സോറിയും പറയാറുണ്ട്. കാര്യം പിടിച്ച് അത് കൂടുതലൊന്നും എഴുതരുത്. അതാണ് എഴുതിയത്. ഞാൻ എഴുതിക്കുന്നത് നല്ലതായിട്ട് ഒച്ച വെക്കുന്നതാണ്. അത് തന്നെയാണ് കറക്റ്റ് ആണ്. ഇവിടെ വായി തോന്നുന്നു പറയുന്നത് കറക്റ്റാ. അതെന്താന്ന് പറയാൻ പറ്റില്ല. തോന്നിയ മുഴുവൻ പറയും. അതെ, ആദ്യം കൊറേ സമയം വേണ്ടി വന്നതുകൊണ്ട് കുറച്ച് നേരത്തേക്കേ ഉള്ളൂ. പക്ഷെ ദേഷ്യപ്പെടാത്ത ആള് ദേഷ്യപ്പെടുമ്പോ. ഇനി ഔസി ചേട്ടന്റെ ഫേവറേറ്റ് ഫുഡ്. ഇത് കൊടുത്ത ആള് ഹാപ്പിയാണ്. ഫുഡിയാണെന്ന് എനിക്കറിയാം. ഇത് അവര് പാടുപെടും. കഴിഞ്ഞ പ്രാവശ്യം ഒരു അടി ഒരു തർക്കം ഉണ്ടായത് അതിന്റെ പേരിൽ. ഞാൻ എഴുതി. ക്ലൂ ഒന്നും കൊടുക്കല്ലേ? ഓക്കെ, റെഡി. ഓക്കെ, എന്താ ഫേവറേറ്റ് ഫുഡ്? അങ്ങനെ ചോദിച്ചാൽ എനിക്ക് എല്ലാം ഇഷ്ടമാണ്. എന്നാലും പെട്ടെന്ന് ഫേവറേറ്റ് ഫുഡായിട്ട് പറയാ എന്താ പറയാ, ഞാൻ എഴുതിയെന്ന് പറയടാ. അത് പറഞ്ഞില്ലെങ്കിൽ ഞാൻ ചിലപ്പോ ബിരിയാണി ആയിരിക്കും. ബിരിയാണിയാണ് ഫേവറേറ്റ് ഫുഡ്. ഓക്കെ, ഞാൻ എഴുതി അപ്പവും മുട്ടയാട്ടോ. ഓക്കെ, ഇവിടെ ബിരിയാണി. ഇതിന് മുന്നേ ഒരു ഗെയിം കളിച്ചപ്പോ അപ്പം മുട്ടക്കറി ഞാൻ പറഞ്ഞ ഫുഡിന്റെ കാര്യം ഞാൻ ചോദിക്കരുത്. ഇല്ല, അങ്ങനെ വിശ്വസിക്കുന്നില്ലല്ലോ. ഓരോന്ന് പറയും. എന്നാലും ബിരിയാണിയോട് ഇച്ചിരി ചായവുണ്ട്. അതുകൊണ്ട് ഞാൻ എഴുതിയതാണ്. ശരിയായിരിക്കും പോലും എനിക്ക് വിശ്വാസമില്ലായിരുന്നു. ഓക്കെ, ചേട്ടന്റെ ലൈഫിലെ ഏറ്റവും ബെസ്റ്റ് മൂമെന്റ് എഴുതിയില്ലേ രണ്ടുപേരും? ഓക്കെ, എന്താ ബെസ്റ്റ് മൊമെന്റ്? മിറ ഉണ്ടായതായിരിക്കും. ആണോ? അതാണ് ബെസ്റ്റ് മൊമെന്റ്. ഓക്കെ, രണ്ടുപേര് ബർത്ത്. ഞാൻ ഓർത്തതല്ല, ഞാൻ വീട് വെച്ച് എഴുതി. വീട് വെച്ചതാ. ഞാൻ ഓർത്തത് എഴുതാറ്. ഓക്കെ, അപ്പൊ മിറ ഉണ്ടായപ്പോ വളരെ ഭയങ്കര ഒരു കരയും. കാരണം എന്റെ കയ്യിലേക്കാണ് അവൾ ഉണ്ടായി വീണത്. അത് ഭയങ്കര ഒരു, സത്യം പറഞ്ഞാൽ ഞാൻ വലിച്ചെടുത്തു വേണം പറയാൻ. ഒരു നേഴ്സ് ഉണ്ടായിരുന്നുള്ളൂ. കോവിഡിന്റെ ടൈം ആയതുകൊണ്ട് ഫുൾ ഐസൊലേറ്റഡ് ആയിരുന്നു. അപ്പം ഞാനും നേഴ്സും കൂടിയാണ് ഗർഭം എടുത്തത്. അപ്പൊ അത് ഭയങ്കര ഒരു അച്ചീവ്മെന്റ് ആയിരുന്നു. ഇപ്പോഴും ഉണ്ട്. ഞാൻ ഫ്രെയിം ബൈ ഫ്രെയിം ആയിട്ട് ഞാൻ ഓർക്കുന്നുണ്ട്. ഇപ്പം പുള്ളിക്കാരി സ്ക്രീനിലൊക്കെ മോണിറ്റർ ചെയ്യാൻ പറയുമ്പോഴൊക്കെ ഞാനാണ് മോണിറ്റർ ചെയ്ത് വാല്യൂ ഒക്കെ പറഞ്ഞു കൊടുത്തോണ്ടിരുന്നത്. അപ്പൊ ഞങ്ങളൊരു ടീം വർക്ക് ആയിരുന്നു. ഓക്കെ, അപ്പൊ മമ്മിക്ക് 3 പോയിന്റ്. ഓക്കെ, റെഡി. ഫേവറേറ്റ് കളർ? ഔസി ചേട്ടന്റെ ഫേവറേറ്റ് കളർ? ഫുഡ് ചോദിച്ച പോലെ ഇവന് വിശ്വസിക്കുള്ളൂ. അവസരത്തിന് ഒതുവ് മാറും. അതുകൊണ്ട് ഞങ്ങളെ രൂപം വെച്ച് എഴുതുവാണ്. ഓക്കെ, എഴുതിയ രണ്ടുപേരും വൈറ്റ്. ബ്ലാക്ക്. ഓക്കെ, പുറത്ത് ഇതുവരെ കാണിക്കാതെ സീക്രട്ട് ആയിട്ടുള്ള ഒരു ഹിഡൻ ടാലന്റ്. അങ്ങനെയൊന്നും ഉണ്ടോ നിനക്ക്? അമ്മ തന്നെ അത് പറയണം. അമ്മയാണ് അത് കണ്ടുപിടിച്ചതൊക്കെ. അല്ല, ഞാൻ പറയുന്നത് ചിലപ്പോ എന്റെ ടാലന്റ് ആയിട്ട് ബാക്കിയുള്ളവർ അംഗീകരിച്ചില്ല. അവരവർക്ക് ഹിഡൻ ടാലന്റ്. എന്താണ് ഹിഡൻ ടാലന്റ്? എൻ്റെ ഒരു ഹിഡൻ ടാലന്റ് എന്ന് പറയുന്നത് പാട്ടുകളായിരിക്കാൻ സാധ്യതയുണ്ട്. പാട്ട് പാടുന്നതാണോ? പാടും എന്നല്ല, എന്താ പറയാ, അതിന്റെ ബീറ്റ്സിനെയൊക്കെ ഞാൻ കുറച്ചുകൂടെ ആഴത്തിൽ ശ്രദ്ധിക്കാറുണ്ട്. അപ്പം നിമിഷമൊക്കെ പാടുമ്പോഴായാലും ഒരു കുറച്ച് പിച്ച് മാറുമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വേരിയേഷൻ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ഞാനത് നോട്ടീസ് ചെയ്യാറുണ്ട്. അല്ല, ഞാൻ പാടുമെന്നല്ല പറയുന്നത്. പാട്ടുകളിലെ തെറ്റുകളൊക്കെ പെട്ടെന്ന് എനിക്ക് കണ്ടുപിടിക്കാനുള്ള ഒരു കഴിവുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ചിലപ്പോ അത് ഞാൻ സിംഗിങ് എന്നാണ് എഴുതിയത് ശരിക്കും പറഞ്ഞാൽ. ഞാൻ കല്യാണം കഴിഞ്ഞ് നിന്നപ്പോഴാണ് പാടാൻ, ഞങ്ങൾ ഒരുമിച്ച് ഡിബേറ്റ് ഒക്കെ പാടാൻ തുടങ്ങിയായിരുന്നു ഇടയ്ക്കിടയ്ക്ക്. ശരി, എന്നിട്ടാണ് അപ്പൊ എല്ലാരും പറയും നിമിഷം വന്നപ്പോഴാണ് ഞാൻ പാടാൻ തുടങ്ങിയെന്നൊക്കെ. അല്ല, പറയാറുണ്ട്. ഞാൻ പൊടിതട്ടി എടുത്താണ്. പക്ഷെ നല്ല സൗണ്ട് ആണ് കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടം. പക്ഷെ താല്പര്യമില്ല, നല്ല സൗണ്ട് ആണ്. ഞാൻ ഞാൻ കോമഡി.
ഇവൻ ഏത് സമയത്തും നമ്മളൊരു എന്തെങ്കിലും നമ്മൾ അവരോട് എന്തെങ്കിലും പറയുകയാണെങ്കിലും നമ്മൾ വിഷമിച്ചിരിക്കുമ്പോൾ പറയുകയാണെങ്കിലും ഈസി ആയിട്ട് അതിനൊരു മറുപടി, ഒരു തമാശ രീതിയിലൊരു മറുപടി അന്നേരം തിരിച്ചു പറയും. ഓക്കെ, അപ്പൊ ഒരു അരമാർക്ക് ഇവിടെ കൊടുക്ക. സിംഗിങ് എന്നത് പറഞ്ഞത് കൊടുക്കണം. ഹാപ്പിനെ കൊടുത്തേക്കാം. ഓക്കെ, ഇവളെന്നെ ആവശ്യത്തിൽ കൂടുതൽ പ്രോത്സാഹിപ്പിക്കാറുണ്ട്. ഹിച്ചായന്റെ സൗണ്ട് മോഹൻലാലിന്റെ സൗണ്ട് പോലെ തന്നെയാ എന്നൊക്കെ പറഞ്ഞ ആവശ്യമില്ലാതെ എന്നെ പ്രോത്സാഹിപ്പിച്ച് പാട്ട് പഠിപ്പിക്കുന്ന ഒരു പാട്ട് പാടിപ്പിച്ചോട്ടെ, ഒറ്റ പാട്ടേ പാടിപ്പിച്ചുള്ളൂ ഇതുവരെ. ഓക്കെ, ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ചേട്ടന്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ടിന്റെ പേര്. ഓക്കെ, എഴുതി രണ്ടുപേരും പറഞ്ഞു. അത് അർണോൾഡ് ആയിരിക്കും. ഞങ്ങൾ രണ്ടും ഒരുപോലെ എഴുതിയെങ്കിൽ പോയിന്റ് വരും. അങ്ങനെ ഒരു അങ്ങനെ ഒരു കൂട്ടുകാരൻ ഇപ്പൊ നമ്മൾ അറിഞ്ഞു. ഞാൻ സാജൻ, അവന്റെ ബെസ്റ്റ് ഫ്രണ്ട് സാജൻ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ്. അല്ല, എനിക്ക് ഒരുപാട് ബെസ്റ്റ് ഫ്രണ്ട്സ് ഉണ്ട്. പെട്ടെന്ന് മനസ്സിൽ എനിക്ക് തോന്നിയത് അർണോൾഡ്, ജീവന്, ഞങ്ങൾ സമ്മതിക്കുകയാണ്. പക്ഷെ ഇതിൽ ഓസ്ട്രേലിയയിലുണ്ട്, അപ്പൊ അതുകൊണ്ടായിരിക്കും അവരിടയ്ക്ക് കോണ്ടാക്ട് ചെയ്യാറുണ്ട്. ചെറുപ്പത്തിലാണ് ഇവര് LKG ഫ്രണ്ടാട്ടോ, ഒന്നിച്ച് പഠിച്ച് +2 കഴിഞ്ഞ് പിരിഞ്ഞപ്പോഴത്തേക്ക് ഇവർ രണ്ടുകൂടെ എന്ത് വിഷമമായിരുന്നു അറിയാം, രണ്ടുപേരും കൂടെ പിരിഞ്ഞു. അതിപ്പോഴും അവ ഓർത്ത് വെച്ചിരിക്കുന്നുണ്ട്. പക്ഷെ ഇത് രണ്ടുപേരും ഒരുപോലെ ആക്കി, അതായത് 2 പോയിന്റ് കൊടുക്കണം. രണ്ടുപേരും സത്യത്തില് മോനെ അല്ലെങ്കിൽ ഹസ്ബൻഡ് നന്നായിട്ട് മനസ്സിലാക്കി. ഇനി ഇതിൽ പേര് എന്ത് വേണം, ഹാപ്പി. സോ അപ്പോ ഒത്തിരി കാര്യം ചോദിക്കുന്നുണ്ട്, സമയപരിധി ഉള്ളതുകൊണ്ടാണ് ചോദിക്കാത്തത്. പക്ഷെ നല്ലൊരു ഫാമിലി ആൻഡ് നിങ്ങളുടെ കൂടെ ഇരിക്കുമ്പോൾ ആ ഒരു വൈബ് സത്യത്തിൽ മനസ്സിലാവുന്നുണ്ട് കേട്ടോ. ഞങ്ങൾക്കും ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു. ഷിജിനയുടെ ഇന്റർവ്യൂസ് എല്ലാം ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര ഫ്രണ്ട്ലി ആണ്. നമുക്ക് ഒരു ടെൻഷൻ തോന്നും. നമുക്ക് ആദ്യം എന്താ പറയുക, നമ്മൾ എന്ത് പറയുന്നൊക്കെ ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ ഷിജിനെ കണ്ടപ്പോൾ ഭയങ്കര നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഇന്റർവ്യൂ സ്റ്റൈലാണ് ഷിജിനയുടെ. ഞങ്ങള് ഭയങ്കര ഫ്രണ്ട്ലി, നമുക്കൊരു ഫിയർ തോന്നത്തില്ല. നല്ല ഫ്രണ്ട്. പെട്ടെന്ന് ഓർമ്മ വരുന്നത് എനിക്ക് ഷൈൻ ബ്രോയുടെ ഇന്റർവ്യൂ ആണ് ഷിജിനയുടെ ഓർമ്മ വരുന്നത്. എന്താ കോൺവെർസേഷൻ ഞാൻ പറയുന്നില്ല, പക്ഷെ അത് പറഞ്ഞാൽ ഇപ്പൊ ഷിജിന എയർ കയറും. കുറെ നാള് ഷിജിന എയറിലാണ്. അത് ഞാൻ ഭയങ്കരമായിട്ട് ചിരിച്ചത് കണ്ടിട്ട്. പെട്ടെന്ന് ഷൈൻ ബ്രോ എന്താ പറയുന്നത് നമുക്ക് പറയാനും പറ്റില്ല. അതെ, ഇനി വീഡിയോന്റെ മുമ്പിലേക്ക് വരാം. ഞങ്ങൾ അത് ആഗ്രഹിക്കുന്നുണ്ട്. ഇത്രയും രസമായിട്ട് തമാശകൾ പറയണ, ഇത്രയധികം ഭയങ്കര കഴിവാണ്. ഏത് മനുഷ്യനെ പെട്ടെന്നൊരു സന്തോഷത്തിലോട്ട് ഒരു കോമഡി. എന്റെ പപ്പയും ഭയങ്കരമായിട്ട് കോമഡി പറയായിരുന്നു. ആ പപ്പയുടെ പേരുമാണ്. അതേപോലെ ഇവനും നമ്മൾ എന്തെങ്കിലും പറഞ്ഞോണ്ടിരിക്കും, നമ്മൾ വലിയ സീരിയസ് ആയിട്ട് പറഞ്ഞോണ്ടിരിക്കുമ്പോ തിരിച്ചിങ്ങോട്ട് മറുപടി കേൾക്കുമ്പോഴല്ലോ നമ്മള് ഞെട്ടിപ്പോയി. നമ്മൾ പോലും ചിന്തിക്കാതെ നമ്മൾ ചിരിച്ചു പോകും. അതുപോലെ പറയും. ഇനി ഞങ്ങൾ വീഡിയോസിൽ അത് കാണാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. അപ്പോൾ രസമായിട്ട് ഇനിയും വീഡിയോ ചെയ്യാൻ ഞങ്ങൾ കാത്തിരിക്കുകയാണ് വീഡിയോസിനായിട്ട്. അപ്പൊ എല്ലാവിധ ആശംസകളും നേരാണ്. താങ്ക് യു സോ മച്ച്. പെട്ര, ഇന്ത്യസ് പ്രീമിയം സ്റ്റീൽ ഡോസ്. അഴകിലും ഉറപ്പിലും കാലാതീതം.